ഇപ്പോൾ ഞാൻ തീവ്രം എന്ന സിനിമ ചെയ്തു. ആ തീവ്രം എന്ന സിനിമ അതിഭീകരമായിട്ട് ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയാണ്. ഈ പടം തിയേറ്ററിൽ ഇറങ്ങുകയും തിയേറ്ററിൽ ഓടുകയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പോൾ എനിക്ക് ഉള്ള വിഷമം എന്ന് പറയുമ്പോൾ എൻ്റെ പോലത്തെ പരാതി ഇവിടെ മിക്ക പ്രൊഡ്യൂസർമാർക്കുണ്ട്, മിക്ക ഡയറക്ടർമാർക്കുണ്ട്. പടങ്ങൾ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നില്ല, സോൻസ്. എനിക്കൊരു ഇനീഷ്യൽ പബ്ലിസിറ്റി കഴിഞ്ഞാൽ പിന്നെ ഇവർ ഞങ്ങളെ കാശ് കിട്ടി, ഇനി ഇതിനു വേണ്ടി കൂടുതൽ ചിലവാക്കണ്ട എന്നൊരു ചിന്താഗതിയാണ്. അപ്പോൾ ആ പ്രവണത ഭീകരമായിട്ട് മാറണം. കാരണം സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നു അത്രത്തോളം ശ്രദ്ധ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സത്യം. ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ തീവ്രം എന്നുള്ള സിനിമ ഒരു പബ്ലിസിറ്റിയും ഒരു പ്രൊമോഷനും ഇല്ലാണ്ട് പണം 50 ദിവസം ഓടി. പക്ഷേ അത് ഞാൻ പറയുമ്പോഴാണ് ജനങ്ങൾ 50 ദിവസം ഓടി എന്ന് പറയുന്നത്. ആ സിനിമയിൽ 15-ാം ദിവസം പോസ്റ്റർ പോയിട്ട് ഒരു 15, 25, 50 ഞാൻ കണ്ടിട്ടും ഇല്ല, അത് ഒട്ടിച്ചിട്ടും ഇല്ല സ്ഥലത്തും. പക്ഷേ പടം ഒരു 30-50 ദിവസം ഓടിയ സിനിമയാണ്. അപ്പോൾ അതൊരിക്കലും ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യം എന്ന് പറയുമ്പോൾ, ഒരു പടം സക്സസ് ആയിട്ട് അത് ജനങ്ങൾ പടം ഓടിയില്ല, ഭയങ്കര വിഷമമായി പോയി എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ പറയണം. അപ്പോൾ എനിക്കുള്ള വിഷമം എന്ന് പറയുമ്പോൾ അല്ല, അത് ഓടിയ സിനിമയാണ്, സമയത്ത് പ്രൊഡ്യൂസറിന് നഷ്ടം വരാത്ത സിനിമയാണ്, പടത്തെ റിലീസിന് മുമ്പ് തന്നെ ലാഭം ഉണ്ടായ സിനിമയാണ്, പിന്നെ ഇങ്ങനെ നഷ്ടം വരും. അപ്പോൾ എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്ത് വയ്യാണ്ടായി. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് എൻ്റെ അടുത്തുകൂടെ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ അടുത്ത 2-3 സിനിമകളുടെ ഓഫേഴ്സ് വരുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ നോക്കിയിട്ട് ഞാനൊരു പടം കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആൻഡോ ജോസഫ്, എന്താ പറയുക, ഇമാനുവലിൻ്റെ പ്രൊഡ്യൂസറായ ജോർജ് ഏട്ടൻ. അപ്പോൾ ഇങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് ഭയങ്കര സ്ട്രോങ് പ്രൊഡ്യൂസേഴ്സാണ്. ഒരു ആന്റണി പെരുമ്പാവൂരായിക്കോട്ടെ, അതിഭീകര സ്ട്രോങ് ആയ പ്രൊഡ്യൂസറോ. അവർ പടം ഇപ്പോൾ ഒന്ന് വീക്കാണെങ്കിലും അവർ അതിഭീകരമായിട്ട് കാശ് പമ്പ് ചെയ്ത് അതിൻ്റെ മാർക്കറ്റിംഗ് കൂട്ടി കൊണ്ടുവന്ന് ഒരു ഇപ്പോൾ പടം വളരെ മോശമാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ പടം ഒരു അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ്, ഒരു ആവറേജ് കളക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കാശ് സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. അപ്പം ആ പറയുന്ന സാധനം ഇവരെല്ലാവരും ഒന്ന് മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിന് വേണ്ടി പടം ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള കാലം. കാരണം ഈ സിനിമ സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു മൈൻഡ് സെറ്റിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടതാണ്, പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ വേറൊരു മൈൻഡ് സെറ്റിൽ നിന്ന് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രൊഡക്ഷനും ക്രിയേറ്റീവായിട്ട് രണ്ടും ഒരിക്കലും ചേർന്ന് പോയില്ല. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ അടുത്ത സിനിമയിൽ വളരെ സ്ട്രോങ് ആയൊരു പ്രൊഡക്ഷൻ ടീമുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഡക്ഷനെ പറ്റി എനിക്ക് ബോധേഡാവേണ്ട ആവശ്യമില്ല, അവരെല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ചെയ്യുന്നതിനായിട്ട് വളരെ നന്നായി ചെയ്യുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ഇനി എന്നോട് എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുറത്തുള്ള ഒരു പ്രൊഡ്യൂസറിന് പടം ചെയ്ത് കൊടുക്കാൻ കൂടുതൽ താല്പര്യം. പക്ഷേ ആ പ്രൊഡ്യൂസർ അയാളുടെ ഒരു സത്യം, ഞാൻ എൻ്റെ സത്യസന്ധത പാലിക്കുന്ന പോലെ ആ പ്രൊഡ്യൂസറും അവരുടെ സത്യസന്ധത പാലിക്കണം. മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഇപ്പോൾ ഏറ്റവും നല്ല പ്രൊഡ്യൂസർ ഞാൻ പറയുമ്പോൾ ആമേൻ്റെ പ്രൊഡ്യൂസറാണ് ഫരീദ് ഖാൻ. ആ സിനിമയിലാണെന്നുണ്ടെങ്കിൽ ഒരു 5.5 കോടി ഇരുന്ന പടത്തിൻ്റെ ഫസ്റ്റ് കോപ്പി ഇത്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, 2.5 കോടിയോ 3 കോടി റിസ്ക് ഉണ്ടായിരുന്നു. ആ ഒരു ഗംഭീര പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണ് ആ സിനിമ ഇവിടെ ഓടിച്ചു, ഹിറ്റാക്കി എടുത്തു. ഇപ്പോൾ 101-ാം ദിവസത്തെ പോസ്റ്റർ എല്ലാവർക്കും ഒട്ടിച്ചു. അപ്പോൾ ഇത് അദ്ദേഹം ഒരു എക്സാമ്പിളാണ്. ഇപ്പം ഞാൻ മനസ്സിൽ ഫരീദ് ഖാൻ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡ്യൂസറിൻ്റെ ചങ്കൂറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ കണ്ടുപഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന എഴുത്തും സംവിധാനം ഒരു ഏകദേശം രണ്ട് ഒരു ട്രിപ്പ്. അതായത് ഇപ്പോൾ എഴുതുന്നു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ടൊരു ഐഡിയയിൽ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, അതിന് നമ്മൾ എന്താ പറയുക, പറഞ്ഞ തന്നെ ബ്ലഡും ഫ്ലഷും എല്ലാം കൊടുത്ത് അതിന് വളർത്തി ഉണ്ടാക്കിയൊരു പരുവാക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനോടുള്ള എഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിഭീകരമായിരിക്കും. നമുക്ക് അറിയാം അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഒരു പല തലങ്ങൾ നമുക്കറിയായിരിക്കും. ഇപ്പോൾ അത് ആ എഴുത്തുകാരൻ തന്നെ സംവിധാനം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത് ആ മൂഡ് സെറ്റ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ തിയേറ്ററിൽ വരിക. ഇപ്പോൾ വേറൊരാൾ ആണ് സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ബേസിക് പരിപാടി, ഈ സ്ക്രിപ്റ്റിൻ്റെയോ ഈ കഥയുടെ ക്യാരക്ടേഴ്സിൻ്റെയോ ഒരു ബേസിക് പരിപാടി മനസ്സിലായില്ലെങ്കിൽ ഇത് വേറെ രീതി വരും. അപ്പോഴാണ് ഈ എഴുതിയ ആൾക്ക് അത് ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് മാറുക. പക്ഷേ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ രണ്ടിലും ഒരു ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന യൂട്യൂബ് ബ്രൂട്ടസിന് ശേഷം വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റല്ല, അത് അഹമ്മദ് സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ എഴുതുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അതിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് സ്ക്രിപ്റ്റും കാര്യം കേട്ടപ്പോൾ എനിക്ക് ഒരു രീതിയിലും അതിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല സ്ക്രിപ്റ്റിൽ. കാരണം അത്രയും വെൽ പാക്ഡ് ആയ സ്ക്രിപ്റ്റാണ്. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും അതിൻ്റെ മേക്കിങ്ങിൽ ഞാൻ ചിന്തിക്കാൻ ഇപ്പോഴേ തന്നെ തുടങ്ങി.
അപ്പോൾ അഹമ്മദിനോട് പറഞ്ഞ വെച്ചാൽ രൂപേഷ് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ പറയണം, അപ്പം കുറച്ച് നന്നാക്കാമല്ലോ എന്ന് പറയുമ്പോൾ, കാരണം ഞാനൊരു എഴുത്തുകാരനത് കൊണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അഹമ്മദ് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല, കാരണം ഈ പറയുന്ന സോ കോൾഡ് സ്ക്രിപ്റ്റ് ഇപ്പോൾ പറയുന്ന സംഭവം അത് അത്രയും വെൽ ടൈറ്റ് പാക്ഡ്. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ ഒരു സത്യസന്ധതയോ അതോ ഇനി എൻ്റെ ഒരു കഴിവ് ഞാൻ കാണിക്കേണ്ടത് അതിൻ്റെ മേക്കിങ്ങിലായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ കൺസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. എൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ക്ലാസിക്സ് ഒരിക്കലും നമ്മൾ റീമേക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത പൂമോപ്പടി നിന്നെയും കാത്ത് എന്നൊരു സിനിമ ആ കാലഘട്ടത്തിലത്തെ ഒരു ക്ലാസിക് തന്നെയാണ്. അതൊരു ചിലപ്പോൾ ഒരു വടക്കൻ വീരാത പോലത്തെ വലിയൊരു സിനിമയല്ലായിരിക്കും, പക്ഷേ അത് വളരെ ഒരു എൻ്റെ വൺ ഓഫ് പേഴ്സണൽ ഫേവറേറ്റ് മൂവീസ്. അപ്പോൾ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി, കാരണം ഇളയരാജ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത സിനിമ എന്തോ ആയിരുന്നു, അപ്പോൾ ഭയങ്കര പാട്ടുകൾ ഇപ്പോഴും ഭയങ്കര പോപ്പുലർ ആ സിനിമയിലത്തെ പാട്ടുകൾ. അപ്പോൾ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒക്കെ തീവ്രത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരും അപ്രോച്ച് ചെയ്തു റീമേക്ക് റൈറ്റ്സിന് വേണ്ടി. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് ആരെന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ ഒറിജിനൽ സാധനത്തിൻ്റെ ആ ഒരു എസെൻസ് നമുക്ക് ഒരിക്കലും റീക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലാസ്സിക് അങ്ങനെ തരുന്നോട്ടെ കൊടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കടമ്പിടുത്തം പിടിച്ചുകൊണ്ട് പൂമപ്പടി നിന്നെയും കാത്തുന്ന സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് കൊടുക്കാണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. ഈ പറയുന്ന സ്ഫടികം ഇപ്പം എന്നോട് റീമേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല, കാരണം ഈ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ക്ലാസിക്സ് അവിടെ ഇരിക്കട്ടെ, കാരണം ഞാൻ പറഞ്ഞു ജനത്തിന് ഇപ്പോഴും ആ പടത്തിനോട് ആക്സസ് ഉണ്ട്. അപ്പോൾ ആ ആക്സസ് ഉള്ളപ്പോൾ അവർക്ക് ഒന്ന് സ്ഫടികം ഒന്നും കാണാമെന്ന് വെച്ചാൽ അവർക്ക് അത് കണ്ടാൽ മതി. ഇത് റീമേക്ക് ഇത് കാണേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് ഓഫ് ദ ഡേ ഫാക്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നീലത്താമര എന്ന സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടു. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ നീലത്താമര കാണാനില്ല. അംബിക മാഡം അഭിനയിച്ച പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അത് ആക്സസ് ഇല്ലായിരിക്കും, അതിൻ്റെ ഒരു കോപ്പി പോലും കാണാനില്ല. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ടായിരിക്കും മിക്കവാറും ലാലുവേട്ടൻ പിന്നെ MT സാർ എല്ലാം കൂടിയിട്ട് തീരുമാനം എടുത്ത് ഇത് റീമേക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അത് നല്ലൊരു കാര്യം, കാരണം ആ പടം ആക്സസ് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഒരു നീലത്താമര എന്തായിരുന്നു ഞാൻ കേട്ടിട്ടുള്ളൂ, അവർ കണ്ടിട്ടില്ല. അപ്പോൾ ആ പടം കണ്ടപ്പോഴാണ് ഇതായിരുന്നു നീലത്താമര എന്നുള്ളൊരു സംശയം. ചിലപ്പോൾ മറ്റേ പഴയതിനായിട്ട് അത്രയും നന്നായിട്ടുണ്ടാവില്ലായിരിക്കും, അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടിൻ്റെ ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു. കാരണം നീലത്താമര കണ്ടിട്ട് എല്ലാവരും, ലാൽ ജോസിൻ്റെ നീലത്താമര കണ്ടിട്ട് എല്ലാവരും അതിഭീകര അഭിപ്രായം പറഞ്ഞൊരു സിനിമയാണ്. അത് നല്ലൊരു ഉഗ്രം സിനിമയാണെന്ന് പറഞ്ഞു. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നി. പക്ഷേ റീമേക്ക് ഒരു ട്രെൻഡ് ആക്കരുത്, കാരണം നമുക്ക് പറയാൻ ഇഷ്ടംപോലെ പുതിയ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് പോയാൽ മതി. എന്തിനാ വെറുതെ റീമേക്ക് ചെയ്തിട്ട് നമുക്ക് കഷ്ടപ്പെടുന്നു. തീവ്രം എന്ന് പറയുന്ന സിനിമ ഭയങ്കര എക്സ്പെരിമെൻ്റലായ സിനിമയാണ്. അത് ആൾക്കാർ ആദ്യം അംഗീകരിക്കില്ല എന്ന് എനിക്കും ഉറപ്പുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ ചെയ്ത് പിന്നെ എപ്പോൾ ചെയ്യണം. അപ്പോൾ ഇതാണ് ദുൽഖർ സൽമാൻ മനസ്സിലായി. ദുൽഖർ സൽമാൻ കൂടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തൊരു പ്രോജക്റ്റ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര നന്ദിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബഡ്ജറ്റ് ഞങ്ങൾ 2 കോടി നിർത്തിയത് കൊണ്ട് ഈ പറയുന്നത് പ്രൊഡ്യൂസറിന് നഷ്ടം വരാണ്ട് അപ്പോൾ അവസാനം കലാശിച്ചു. അപ്പോൾ ഒരു കാരണവശാലും അത് ലാഭം ഉണ്ടായിട്ടുള്ളൂ, നഷ്ടം വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ ഞാൻ ആ സിനിമ ഷൂട്ടിങ് നടക്കുമ്പോൾ തന്നെ ചില സീക്വൻസ് നമുക്ക് ഇന്ന ഇതിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എൻ്റെ അടുത്തെന്ന് പറയും, പക്ഷേ ആ സാധനം നമ്മൾ ഇങ്ങനെ ഒരുപക്ഷെ പറഞ്ഞ പോലെ ഇന്ന ഒരു എക്യുപ്മെൻറ്റ് വിളിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടുമെന്ന് പറയും. അപ്പം ഞാൻ പറയും, അപ്പം ഞാനൊന്ന് ആലോചിക്കും, അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് കൂടാണ്ട് നമുക്ക് വേറെ രീതിയിൽ അത് ക്യാൻ ചെയ്യാൻ പറ്റും, ഇതേ എഫക്റ്റ് കളയാതെ പറ്റുമെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റേത് കട്ട് ചെയ്ത്. അപ്പം എനിക്ക് തോന്നിച്ചാൽ നമ്മളൊരു എല്ലാ ഡയറക്ടേഴ്സും ഒരു പ്രൊഡ്യൂസറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഈ പറയുന്ന ആദ്യമേ നമ്മൾ ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എഴുതുകയും അതിന് ലൊക്കേഷൻസ് കണ്ടുപിടിക്കുകയും എല്ലാം തീരുമാനിക്കുന്ന ഒരു സമയം. ആ സമയത്ത് തന്നെ ഈ ബഡ്ജറ്റിംഗ് ഓൾറെഡി ചെയ്തിരിക്കും. അപ്പം ഈ ഡയറക്ടറും ഒരു വളരെ നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഈ സിനിമ ഈ ബഡ്ജറ്റിൽ തീർന്നാലേ ഈ പടം നമുക്ക് വിജയമാക്കാൻ പറ്റും. കാരണം എൻഡ് ഓഫ് ദ ഡേ പടം സക്സസ് ആണ് പടത്തിൻ്റെ എല്ലാവരുടെയും ഒരു എൻഡ് ക്വാളിറ്റി. പടം സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംവിധായകനും ആരും ഉണ്ടാവില്ല, ആർക്കും ആരും ഉണ്ടാവില്ല. ഇപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ ഉള്ളതുകൊണ്ട് പടം ഹിറ്റ് അതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമാക്കാർക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോഴും എന്താ പറയുക പടം ഇഷ്ടംപോലെ ഓഫേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അപ്പോൾ സക്സസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ സക്സസ് എന്ന് പറയുന്ന സാധനം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഓരോ എക്സ്പെരിമെൻ്റ് ചെയ്യണം. ഒരു രസമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തീവ്രം ഇറങ്ങിയ സമയത്ത് ഒരു ഫാമിലി, തിരുവനന്തപുരത്തുള്ളൊരു ഫാമിലി, ഒരു ആൻറ്റി എന്നെ വിളിച്ചു, മോനെ പടം കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ്, ഞങ്ങൾ 2 മണിക്കൂർ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ പോകുന്നത്. ആ സമാധാനം കിട്ടാൻ വേണ്ടി തിയേറ്ററിൽ പോകുമ്പോൾ അവിടെ വെട്ടും കൊലയും കുത്തും ചവിട്ടും കാണുമ്പോൾ
ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ വിഷമം കുറച്ച് കൂടുന്നതല്ലാതെ, പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് നല്ല സിനിമയാണ്, നല്ല മെസ്സേജുള്ള സിനിമയാണ്, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അടുത്ത പ്രാവശ്യം പടം ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊന്ന് ചിരിക്കാൻ വേണ്ടിയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് യൂട്യൂബ് ഫ്രൂട്ടസിൻ്റെ പരിപാടിയിലോട്ട് ഞാൻ കയറിയത്. അവർ ജെനുവനായിട്ട് പറഞ്ഞൊരു കാര്യം, സത്യം, നമുക്ക് എല്ലാം തരം സിനിമകൾ വേണം, സീരിയസ് വേണം, കോമഡി വേണം, ഡ്രാമ വേണം, ആക്ഷൻ വേണം, എല്ലാം വേണം. അത് അങ്ങനെ വിശ്വസിക്കുന്ന ആളെ. അപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഈ പറയുന്ന യൂട്യൂബ് പ്രൊഡ്യൂസിൻ്റെ ഒരു ബേസിക് സ്ക്രിപ്റ്റും ഒക്കെ ഞാൻ പണ്ടേ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ഈ പറയുന്ന തീർത്തതിന് ശേഷമാണ് ഞാൻ എഴുതി തീർത്ത് കളത്തിലോട്ട് ഇറങ്ങി. അപ്പോൾ ഈ പടത്തിൽ ഞാൻ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു 6 ക്ലൈമാക്സ് ഉണ്ട് എന്ന് എനിക്ക് ഒരു സാധ്യത ഞാൻ കണ്ടത്. പക്ഷേ ഈ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഒരു ക്ലൈമാക്സ് 6 രീതിയിൽ ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ സിനിമയിൽ ഒരു 7 കഥാപാത്രങ്ങളുണ്ട്. ഈ 7 കഥാപാത്രങ്ങൾക്കും ഓരോ ഡെഫിനറ്റ് എൻഡിങ് ഉണ്ട് സിനിമയിൽ. കാരണം അവർക്കൊരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ഒരു ഇൻട്രോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രോയിലാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു എൻഡിങ് ഉണ്ട്. ഈ ഓരോ എൻഡിങ് നമ്മൾ ക്ലൈമാക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താ പറയുക, ക്ലൈമാക്സ് 1 ക്ലൈമാക്സ് 2 എന്ന് എഴുതി കാണിക്കാൻ പോകുന്നില്ല. അത് ആൾക്കാർ പണം കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സിനിമ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ 6 ക്ലൈമാക്സ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യം വന്നത്. ഇപ്പോൾ 7 ക്യാരക്ടേഴ്സിന് അപ്പോൾ ഇങ്ങനെ 6 ക്ലൈമാക്സ് ആയെന്ന് വെച്ചാൽ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ ഒരെണ്ണം ക്ലബ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു ക്യാരക്ടറായിട്ട് ക്ലബ് ചെയ്തു. അതങ്ങനെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തതുകൊണ്ടാണ്. ഈ പറയുന്നതിൽ 2 ടൈലൻറ്റും ഉണ്ട്. അപ്പോൾ ക്ലൈമാക്സ് വേറെ, ടൈലൻറ്റ് വേറെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആദ്യം ജനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർ പടം കാണുമ്പോൾ ഇവർക്ക് ഇതാണ് ക്ലൈമാക്സ്, ഇതാണ് ടൈലൻറ്റ് എന്നുള്ള പരിപാടി അവർക്ക് കറക്റ്റായി ഒരു മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ വിചാരിച്ചത്. അതങ്ങനെ ആയിപ്പോയത്, അങ്ങനെ വേണമെന്ന് വെച്ചതല്ല. കുറേ ആൾക്കാർ പറഞ്ഞു നടക്കുന്നുണ്ട് ഓരോ തിയേറ്ററിലും ഓരോ ക്ലൈമാക്സ്. അങ്ങനെയൊന്നുമില്ല. ഇത് ഒരൊറ്റ സിനിമയിലായിരിക്കും ഈ പറയുന്ന എല്ലാ പരിപാടിയും നടക്കാൻ പോകണം. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വെച്ചാൽ ഒരു രീതിയിൽ എക്സ്പെരിമെൻ്റ് ആണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് അങ്ങനെ ആയിപ്പോയതാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് ഒരുമാതിരി എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും വായിച്ചത് എല്ലാവരും എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഈ 6 ക്ലൈമാക്സിൻ്റെ കാര്യം അവർ അറിഞ്ഞിട്ട് അവർ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, കറക്റ്റ് ഇത് ക്ലൈമാക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പം ഈ പടം നമ്മൾ ഇതേപോലെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്നു, ഇറങ്ങിയിട്ട് ആ എക്സൈറ്റ്മെൻറ്റിൽ ആൾക്കാർ കണ്ടിട്ട് അവർക്ക് അത് എക്സൈറ്റ്മെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭാഗ്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാം, തീർച്ചയായിട്ടും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ഫിലിമായിരിക്കും. ചിന്തിക്കാനും ചിരിക്കാനും ഒരു അവസരമുള്ള സിനിമയായിരിക്കും.